ഹലോ, അപ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. എന്നാൽ പിന്നെ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ചട്ടിയൊക്കെ ചൂടാക്കി കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് തുടങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ചിക്കനൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇതിലെന്താ ഇട്ടേന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ വിശദമായിട്ട്. ഇനി നമ്മൾ ആ എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൂടായി സ്മെല്ലൊന്നും മാറാനേ പാടുള്ളൂ, കരിയാൻ പാടില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അപ്പോൾ ഒക്കെ ലോ ഫ്ലെയിമിൽ ഇടുക. ഇനി ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് തിരുമ്മി വെച്ചതാണ് കേട്ടോ കുറച്ച് സമയം. ഇനി നമ്മൾ ചിക്കൻ പെരട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേറെ ഉള്ളി അരിയൻ്റെയോ തക്കാളി അരിയൻ്റെയോ അങ്ങനെ ഒന്നും അരിഞ്ഞ് കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും സാധനങ്ങൾ തന്നെ മതി കേട്ടോ. പച്ചമുളക് പോലും നമ്മൾ ഇടുന്നില്ല, കാരണം കുരുമുളക് പൊടി ഇടുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ഒരു ഐറ്റാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താ പറയുക, നമുക്കിങ്ങനെ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ എന്നാൽ ടേസ്റ്റുള്ള ഫുഡ് കഴിക്കണം എന്നുള്ളപ്പോൾ ഇതുണ്ടാക്കിയാൽ മതി. ഇതിൻ്റെ കൂടെ ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ സൂപ്പർ ആട്ടോ. പിന്നെ നല്ലോണം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഏറ്റവും ലോയിലിട്ട് വെക്കുക. അപ്പോൾ ചിക്കനിന് നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങും കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ചിക്കനിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അങ്ങനെ ഏകദേശമൊക്കെ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി അല്ല കേട്ടോ, ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. കാരണം എണ്ണയൊക്കെ ഇങ്ങനെ മേളിൽ തെളിഞ്ഞ് വന്നതിൻ്റെ വെള്ളമൊക്കെ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. എനിക്ക് ചപ്പാത്തിക്കും ചോറിനും വേണം, അതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ച് ഓവർ ഡ്രൈ ആവാതെ തന്നെ ഇറക്കുകയാണ് ചെയ്തത് കേട്ടോ. പക്ഷേ ഇത് നന്നായിട്ട് എന്താ പറയുക ഡ്രൈ ആയി ചിക്കനത്തെ വെള്ളം മൊത്തം വറ്റി നന്നായിട്ട് വരണ്ടിരിക്കുന്ന ഒരു പരുവമാണ് കേട്ടോ ചിക്കൻ പെരട്ട് വേണ്ടത്. അങ്ങനെ ഞാൻ അച്ഛന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറും ചിക്കൻ പെരട്ടൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയെല്ലാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ.